SNEC നോളജ് ഫെസ്റ്റിവലിൻ്റെ ലിറ്ററേച്ചർ കോർണറിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ മനോഹരമായ വാളാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര ദിവസം എടുത്തു ഈ ചിത്രം വരച്ചു തീർക്കാൻ? അല്ലെങ്കിൽ ഈ ചിത്രത്തിന് വല്ല ആശയങ്ങളോ മറ്റോ ഉണ്ടോ? ഏകദേശം 2-3 ദിവസം എടുത്തു. പ്രവാചകൻ തങ്ങൾ പറയുന്നത് പോലെ വസ്നു ഷജറ ഔ മാല നഫ്സലഹു, മരങ്ങളോ അല്ലെങ്കിൽ ശരീരമില്ലാത്ത മറ്റെന്തെങ്കിലും വരയ്ക്കൂ എന്ന അധ്യാപനത്തിൻ്റെ ഒരു പ്രയോഗവൽക്കരണം മാത്രമാണ് ഈ കാണുന്ന ചിത്രങ്ങൾ. അതിലൊരു സൗന്ദര്യം കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. ശരിയാണ്, ഇസ്ലാമിൽ ചിത്രകല ഹലാലാണോ ഹറാമാണോ എന്നും ഒരു തർക്ക വിഷയം തന്നെയാണ്. ഇസ്ലാമിൽ ഒരുപാട് സ്ഥലത്ത് ചിത്രകലയെ നിരുത്സാഹപ്പെടുത്തിയായി കാണാം. ഐഷ ബിബി നിവേദനം ചെയ്താൽ കാണാം, അഹിയു മാ ഖലഖ്തു, നിങ്ങൾ വരച്ചതിന് നിങ്ങൾ ജീവൻ കൊടുക്കേണ്ടി വരുമെന്ന്. പക്ഷെ നമ്മൾ കുറെ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഹദീസുകളിൽ നിന്ന് വന്ന വ്യത്യസ്ത ഇമാമുകളുടെ വീക്ഷണം നാം പരിശോധിക്കേണ്ടതായും. പ്രധാനമായി മാലിക് മദ്ഹബിൽ തന്നെ ചിത്രകല ഹറാമാകുന്നതിൽ 4 മാനദണ്ഡങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഒന്നാമതായി സൂറത്തുൽ ഹൈവാനാത്ത്, ജീവനുള്ള വസ്തുവിൻ്റെ രൂപം ഉണ്ടായിരിക്കും. രണ്ടാമതായി പറയുന്നു മുജസ്സദ്, ശരീരം ഉണ്ടാവുക. മൂന്നാമതായി പറയുന്നു ശരീരം ഉണ്ടായിരിക്കെ തന്നെ കാമിലത്തിൽ ആളാണ്, പൂർണ്ണമായി ശരീരം ഉണ്ടാവുക. പിന്നെ 4മതായി പറയുന്നു അതിൽ നിഴലുണ്ടാവുക. ഇനി പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴാണ്? തൊട്ടാലായിരുന്നൊരു ശരീരം ഉണ്ടാകുമ്പോഴാണ്. ഈ നിരുത്സാഹത്തിൻ്റെ പ്രധാന കാരണം പ്രത്യേകിച്ച് പ്രതിമ സംസ്കാരത്തോടുള്ള കടുത്ത വിയോജിപ്പ് തന്നെയാണല്ലോ. ഇസ്ലാമിൽ മുൻകഴിഞ്ഞ ഒരുപാട് സിവിലൈസേഷനുകളുണ്ട്, പ്രത്യേകിച്ച് ഉമയ്യദ്, അബ്ബാസിദ്, ഓട്ടമൻസ്. അവരൊക്കെ ഒരുപാട് ചിത്രകലകളും മറ്റു വാസ്തുവിദ്യകളും നമുക്ക് ചെയ്തതായി കാണാം. ഉമയ്യദിൻ്റെ കീഴിലെ ഫലസ്തീനിലെ ദ ഡോം ഓഫ് റോക്ക്, അവിടെ ഒരുപാട് ചിത്രകലകളും ഒരുപാട് വാസ്തുവിദ്യകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സ്പെയിനിലെ കൊർഡോബ പള്ളി, ഇന്നതൊരു യൂണിവേഴ്സിറ്റിയാണ്, അവിടെയും ഒരുപാട് ചിത്രകലകളും വാസ്തുവിദ്യകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഓട്ടോമൻസിൻ്റെ കാലിഗ്രാഫികളും, ഇതൊക്കെ നമ്മളെ വളരെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് അവർ ചെയ്ത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിമാർ പണിത താജ്മഹലാകട്ടെ, അവിടെയൊക്കെ പോയാൽ കാണാം ഓരോ മാർബിളിലും മൈന്യൂട്ടായി അവർ ചെയ്ത ഓരോ കാലിഗ്രാഫികളും ഓരോ ചിത്രകലകളും. അതുപോലെ തന്നെയാണ് കുത്തുബ് മിനാറിലും അവിടെ ഓരോ അറബിക് ലിപികളും മറ്റു കാലിഗ്രാഫികളും നമുക്ക് ആസ്വദിച്ച് കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷെ അവർ ഇതൊക്കെ ചെയ്തത് ജീവനുള്ള വസ്തുക്കളുടെയോ മൃഗങ്ങളുടെയോ മറ്റോ അല്ല. നേരെ മറിച്ച് ഒരു ജിയോമാട്രിക് പാറ്റേൺസ്, ഒരു കാലിഗ്രാഫി, അറബിക് ലിപി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തു തീർത്തിട്ടുള്ളത്. ഒരു ചിത്രത്തിന് ജീവൻ കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ആരാധിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ഒരു കഥയാണ്. രാജാവ് റോമക്കാർക്കും ചൈനക്കാർക്കും ഇടയിലൊരു ചിത്രപ്പണി മത്സരം നടത്തി. അങ്ങനെ പ്രൈവസിക്ക് വേണ്ടി ഇടയിൽ ഒരു കർട്ടൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ റോമക്കാർ അടിപൊളി ചിത്രം ഒരുപാട് നാളുകൾക്ക് ശേഷം വരച്ചു തീർത്ത്. പക്ഷെ ചൈനക്കാരാകട്ടെ ഒരു ചിത്രപ്പണിയൊന്നും ചെയ്യാണ്ട് ആ മതിലിനെ തേച്ച് മിനുക്കി അവസാനം ഒരു കണ്ണാടി പോലെയാക്കി. അവസാനം രാജാവ് വന്ന് നോക്കിയപ്പോൾ റോമക്കാരുടെ മനോഹരമായ ചിത്രം കാണുന്നുണ്ട്. അങ്ങനെ രാജാവ് ചൈനക്കാരോട് ചിത്രം ചോദിച്ചപ്പോൾ ആ കർട്ടൻ അങ്ങ് ചൈനക്കാർ മാറ്റി കൊടുത്തു. അപ്പോൾ റോമക്കാരുടെ ആ ചിത്രം ചൈനക്കാരുടെ മതിലിൽ വളരെ ഭംഗിയായി പ്രതിഫലിച്ചിട്ട് കാണുന്നുണ്ട്. ആ രാജാവിന് ആ ക്രിയേറ്റിവിറ്റി വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ വിജയിക്കുകയും ചെയ്തു. ഈ കഥ ഗസാലി ഇമാം കൊണ്ടുവരുന്നത് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമായിട്ടാണ്. ആ ഹൃദയം തേച്ച് മിനുക്കിക്കൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ നൂറ് പ്രകാശം ആ ഹൃദയത്തിൽ പ്രതിഫലിക്കുകയുള്ളൂ എന്നതാണ് ഈ കഥയുടെ സാരാംശം.